ഹലോ എവരിവൺ, ഞങ്ങളിപ്പോൾ സൂക്വാക്കിഫിലാണ് ഉള്ളത്. കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോയിലുള്ളത്. ഐസു ആർട്ട് സെൻറ്ററിൽ പോകണ്ട. ഐസു ആർട്ട് സെൻറ്റർ സൂക്കിൻ്റെ അകത്തുള്ള ആർട്ട് സെൻറ്ററിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇവിടെ ഖത്തറി ആൻഡ് ഇൻ്റർനാഷണൽ ആർട്സ് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് കാണാൻ പറ്റും. എൻട്രി ഫ്രീ ആണ് ഇങ്ങോട്ടേക്കുള്ളത്. ഇതിൻ്റെ അകത്ത് ആർട്ട് ഗാലറീസും സ്റ്റുഡിയോസും ആർട്ടിസ്റ്റ് വർക്ക്ഷോപ്സും പിന്നെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്സും ആണുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ കുറേ ആർട്സൊക്കെ ഇവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവർ തന്നെ ഇവിടെ ഇന്ന് ലൈവ് പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്തിട്ട് ഇവർ എക്സിബിറ്റ് ചെയ്തേക്കാണ്. നമുക്കിത് ഇതിൻ്റെ സൈഡിൽ തന്നെ ഇതിൻ്റെ റേറ്റും ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കത് വാങ്ങിക്കാം. ട്രഡീഷണൽ അറബിക് ആർക്കിടെക്ചറിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എല്ലാം ചെയ്തേക്കുന്നത്. അതിൽ മോഡേൺ ആർട്ട് ഇൻസ്റ്റലേഷൻസ് ആണ് വരുന്നത്. ആർച്ച്ഡ് ഹോൾവേസും കളർഫുൾ ടൈൽ വർക്ക്സും നാച്ചുറൽ ലൈറ്റിങ്ങും ആണ് ഈ ഒരു ഇന്ത്യൻ്റെ പ്രത്യേകത. ഖത്തറി കൾച്ചർ ആൻഡ് ഡെസേർട്ട് ലൈഫ് തീമിലാണ് ഇവർ പെയിൻറ്റിങ്സും ആർട്ട് വർക്ക്സും എല്ലാം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു ഈവനിങ് 4 കഴിഞ്ഞിട്ട് നിങ്ങൾ വരുന്നതായിരിക്കും നല്ലത്. ആ സമയത്ത് ഇവിടെ ലൈവായിട്ട് ആർട്ടിസ്റ്റ് ഇരുന്ന് സ്കൾപ്ചേഴ്സും അതുപോലെ ലൈവ് പെയിൻറ്റിങ്സൊക്കെ ചെയ്യുന്നതാണ്. സ്കൾപ്ചർ ഹാളിലേക്കാണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് ഇവിടെ ലൈവായിട്ട് സ്കൾപ്ചർ ചെയ്യുന്നത് കാണാൻ പറ്റാത്തത്. പക്ഷേ നമ്മളൊരു ഈവനിങ് ഒക്കെ വരാൻ നേരത്ത് ഇവിടെ ലൈവായിട്ട് ഇവർ സ്കൾപ്ചറൊക്കെ ഇവിടെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് നോക്ക്, ഫുൾ അറബിക് തീമിൽ ഇവർ കുറച്ചൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഇവർ ഫിനിഷ് ചെയ്തതും ചെയ്യാത്തതും ആയിട്ടുള്ള ആർട്ട് വർക്ക്സൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിലിരുന്നിട്ടാണ് കേട്ടോ ഇവർ മെയിനായിട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആർട്ട് വർക്ക്സ് ഇവർ എക്സിബിറ്റ് ചെയ്യുക ഈ സ്കൾപ്ചേഴ്സൊക്കെ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും ഡയറക്റ്റായിട്ട് തന്നെ. ഇവർ അതിൻ്റെ സൈഡിൽ തന്നെ എത്ര റേറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇതുണ്ട്, ഇത് കംപ്ലീറ്റഡ് ആണ്. ഇത് സെയിലിന് ഇട്ടിട്ടുണ്ട് അറേബ്യൻ ഓറിക്സൊക്കെ. പെയിൻറ്റിങ്സ്, കാലിഗ്രഫി, സ്കൾപ്ചേഴ്സ് ആൻഡ് അബ്സ്ട്രാക്റ്റ് ആർട്സ് ആണ് ഇവിടെ മെയിനായിട്ട് എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ 2 സൈഡിലും ആക്കിയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ആർട്ട് ക്ലാസ്സസും ലൈവ് ഡെമോൺസ്ട്രേഷൻസൊക്കെ നടക്കാറുണ്ട്. ഇത് കണ്ടോ, ഇൻട്രിക്കേറ്റ് ഡീറ്റെയിലിംഗ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ കളർഫുൾ ടൈൽസ് അവരെല്ലായിടത്തും യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ. ഇവിടെ ലൈവ് ക്ലാസ്സൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഷോപ്സിലൊക്കെ വന്നിട്ട് നമുക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ആർട്ടിസ്റ്റ് ലോഞ്ച് ഏരിയയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടുള്ളത് ഓരോരോ ആർട്ടിസ്റ്റിൻ്റെ ക്യാബിൻസ് ആണ്. മെയിനായിട്ട് പെയിൻറ്റിങ് ആൻഡ് കാലിഗ്രഫി ആണ് ഇവിടെ ഈ ക്യാബിൻസിലൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടതാണ് സ്കൾപ്ചേഴ്സൊക്കെ ചെയ്യുന്ന ക്യാബിൻസ്. ഒരു ചെറിയ മിനി വെയിറ്റിംഗ് ലോഞ്ചാണ്. ഇങ്ങനെ ജോളി വോൾസൊക്കെ കൊടുത്തേക്കുന്നുണ്ട്. അകത്തേക്ക് നാച്ചുറലി തന്നെ നല്ല ലൈറ്റ് കയറുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കളർഫുള്ളാണ് അകം ഫുള്ള് കാണാനായിട്ട്. ഇനി നമ്മൾ പോകുന്നത് സൂക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ്. ബേർഡ്സ് മാർക്കറ്റാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ബേർഡ്സിൻ്റെയൊക്കെ സൗണ്ട് കിട്ടും കേട്ടോ. ഈ ഒരു ഏരിയ ഭയങ്കര ലൈവ്ലിയാണ്. നമുക്ക് വെറുതെ ഇവിടെ കൂടി നടക്കാനും നല്ല രസമാണ്. ഞങ്ങൾ ഇടയ്ക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ കൂടി വെറുതെ നടക്കാറുണ്ട്, ഒന്നും വാങ്ങിക്കാനില്ലെങ്കിൽ കൂടി. ഇതുണ്ടോ കുഞ്ഞു താറാവും കോഴിയൊക്കെ ഉണ്ട്. ഇവിടെ പാരറ്റ്, ലവ് ബേർഡ്സ്, അങ്ങനെ ഒരുപാട് ബേർഡ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ റാബിറ്റ്സും ഹാംസ്റ്റേഴ്സും ടേർട്ടിൽസും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പല വെറൈറ്റി ഫിഷും ഇവിടെ കിട്ടും. ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്നപ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് ഫൈറ്റർ ഫിഷിനെ വാങ്ങിയായിരുന്നു അവിടെ നിന്ന്. ഇവിടുന്ന് ബേർഡ്സിനെയോ പെറ്റ്സിനെയോ ഒക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അവിടെ തന്നെ പെറ്റ് ഫുഡും കേജസും അവർക്ക് വേണ്ടിയിട്ട് ആക്സസറീസും എല്ലാം ഉണ്ട്. നമുക്കിവിടെ ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങാൻ പറ്റും കേട്ടോ. ഇവർ ടൂറിസ്റ്റിനെ കാണുമ്പോൾ ഒരു റേറ്റ് പറയും, പക്ഷേ നമുക്ക് അതിൽ നിന്ന് കുറച്ച് വാങ്ങിക്കാൻ പറ്റും. ഡോഗ്സിന് ഹറാമായതുകൊണ്ട് ഡോഗ്സിനെ മാത്രം ഒരു പുറത്ത് ഇങ്ങനെ വിൽക്കാറില്ല. പക്ഷേ ഇവിടെ ചില കടകളിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അയച്ചു തരും. ഡോഗ്സ് അവൈലബിൾ ആയിട്ടുള്ള ഡോഗ്സിൻ്റെ പിക്ചേഴ്സ് അയച്ചു തന്നിട്ട് നമുക്കതിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ വീട്ടിൽ വന്നിട്ട് ഡെലിവർ ചെയ്ത് തരും കേട്ടോ. പക്ഷെ പുറത്ത് ഇങ്ങനെ ബേർഡ്സിനെയും റാബിറ്റ്സിനെയൊന്നും പോലെ ഇത് വിൽക്കാൻ വെക്കാറില്ല. ഇതുകൊണ്ടോ ഇതിനൊക്കെ വെറുതെ ഇട്ടേക്കുവാണെങ്കിൽ ഇത് പറഞ്ഞൊന്നും പോകത്തില്ല. അതിങ്ങനെ മെനു വയ്ക്കാൻ വെച്ചിരുന്നുണ്ടോ?
ഈ ഒരു ഏരിയ ഫുള്ള് കേജസും പെറ്റ് അക്സസറീസും ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ബേഡ്സ് മാർക്കറ്റ് ഇത്രേ ഉള്ളൂ. അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ പുറത്ത് ഇതുപോലെ നമുക്ക് ഹോഴ്സ് റൈഡ്, ക്യാമൽ റൈഡൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ചെറിയ ഏരിയയിൽ ഇവർ ഇതാണോ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ പൈസ കൊടുത്ത് ഇതിൽ കയറാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ടോ, ഇതുപോലെ മെയിൻ ടോയ് ട്രെയിനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ കുറേ ഐസ്ക്രീം ഷോപ്സ് ഉണ്ട് കേട്ടോ. കാരണം കുട്ടികൾ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലം ഇതാണ്. ഇവിടെ ഫുള്ള് ഫുഡ് ഏരിയ ആണ്. അത് കാണിച്ചു കൊടുത്ത്. ഈ ഒരു ഏരിയ ഫുള്ളിങ്ങനെ കുറച്ച് ആൾക്കാരിങ്ങനെ ഓപ്പണിലായിട്ട് ഇരുന്ന് കുക്ക് ചെയ്യും. ഇത് 5 റിയാൽ 10 റിയാലുള്ളൊരു ദോശ പോലത്തെ ഒരു സാധനം. അതിൽ ന്യൂട്ടലൊക്കെ തേച്ച് ഫോൾഡ് ചെയ്ത് തരും. ഇവിടെ മറ്റേ സുറുമയും അബയും പിന്നെ മെഹന്തി ഒക്കെ ഇട്ട് തരും കേട്ടോ. ഫ്രൂട്ടും. ഈ ഒരു സെക്ഷൻ ഇവിടെ നല്ല രസമാണ്. രാത്രി വന്നിട്ട് ഞാൻ ഐസക്കും കൂടി ഇവിടെ ഇരിക്കും എപ്പോഴും. ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റം ഇവരുണ്ടാക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് വാങ്ങിക്കാനായിട്ട് ഇവിടെ കുറേ പേര് ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ സൂക്കിൽ വന്നു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർ ഇത് വാങ്ങാറുണ്ട്. കാരണം ഇത് ചീപ്പാണ്. പിന്നെ നമുക്ക് പെട്ടെന്നൊരു 5 മിനിറ്റ്സിനുള്ളിൽ ഇവരിത് ഉണ്ടാക്കി കൈ തരികയും ചെയ്യും. കഴിഞ്ഞ ഇത്രയേ ഉള്ളൂ സംഭവം. ഇപ്പോൾ ഈ ന്യൂട്രൽ തേച്ചിട്ട് അവരത് മടക്കിയിട്ട് അവരൊരു പ്ലേറ്റിൽ ഇങ്ങനെ ആക്കി തരും. ഇടയ്ക്ക് സൂക്കിലിങ്ങനെ മാംഗോ ഫെസ്റ്റൊക്കെ വരാറുണ്ട്. ഈ ഒരു സെക്ഷൻ മൊത്തം ഗോൾഡാണ്. നമുക്ക് ഫുൾ ജ്വല്ലറീസാണ്. ഈ കുഞ്ഞു കുഞ്ഞു മാലയൊക്കെ ഉണ്ടല്ലോ ഇവിടെ കുറേ, നല്ല രസമാണ്. പക്ഷെ നമ്മളിടുന്ന പോലത്തെ അല്ല, ഇവിടെ കുറച്ചും കൂടി ഡിഫറെൻറ്റാണ് കാണാനൊക്കെ. ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. മൊത്തം വേറെ കളറിലെ സ്റ്റോൺസും ഒരു അറബിക് ടച്ചിലാണ്. സാധാരണ നമ്മളുള്ള പോലത്തെ ഉണ്ട്. പക്ഷെ ഇവിടെ മോക്ക് ഷോ കേസ് ചെയ്തേക്കുന്ന മൊത്തം ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടോ, നമ്മളിടുന്ന പോലത്തെ അല്ല, കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഗോൾഡ് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. കൂടുതലും ട്രഡീഷണൽ അറബിക് ഹെവി ജ്വല്ലേഴ്സാണ്. പക്ഷേ ലൈറ്റ് വെയിറ്റ് ഉണ്ട്. ഇവിടെ ഞാനൊരെണ്ണം ട്രൈ ചെയ്ത് നോക്കുകയാണ്, ഒരു ലൈറ്റ് വെയിറ്റ് മാല. ഇതെനിക്കിഷ്ടപ്പെട്ടു. ഞാനും ഐസക്കും ടയേർഡായേ. അപ്പോൾ ഞങ്ങളിനി എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചാലോ എന്ന് ഓർത്തിട്ട് ടീ ടൈമിലേക്ക് നടക്കുകയാണേ. ഐസക്ക് ടീ ടൈമിൽ നിന്ന് സാൻഡ്വിച്ച് വാങ്ങിച്ചിട്ട് വരുവാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ വന്നു തുടങ്ങി. ഈവനിങ് ടൈം ആയല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ സൂക്ക്. ഞങ്ങൾ തിരിച്ചു പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.